ലിനാസ് കിച്ചൺ ആൻഡ് ക്രാഫ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു ഫിഷ് കട്ട്ലറ്റിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇനി ഈ കട്ട്ലറ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി 3.5 ഉരുളക്കിഴങ്ങ് കുറച്ച് വെള്ളവും ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് വേകുന്ന സമയം കൊണ്ട് ഇതിന് വേണ്ട മസാല റെഡിയാക്കിയെടുക്കാം. അതിനു വേണ്ടി ചൂടായ പാനിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് ഒരു സവാള ചെറുതാക്കി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവാള സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി മസാലയ്ക്ക് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ ഇതിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാൻ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് മീനും ഉരുളക്കിഴങ്ങും റെഡിയാക്കി എടുക്കാം. ഇത് മീഡിയം സൈസിലുള്ള ഒരു ആഗോലി തല മാറ്റിയതിന് ശേഷം ഉപ്പും മഞ്ഞളും ചേർത്ത് വേവിച്ചെടുത്തതാണ്. ഇനി ഇതിലെ മുള്ളെല്ലാം മാറ്റി ദശ മാത്രം എടുക്കാം. ഈ മീനിലെ മുള്ളെല്ലാം കളഞ്ഞിട്ടുണ്ട്. ഇനി ഇത് കൈകൊണ്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇതിന് വഴറ്റി വച്ചിരിക്കുന്ന മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഉരുളക്കിഴങ്ങ് തോല് കളഞ്ഞ് ഉടച്ചെടുക്കണം. ഇതിന് തയ്യാറാക്കി വച്ചിരിക്കുന്ന മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഗ്യാസ് ഓണാക്കി എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കൈകൊണ്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന പാകത്തിലാണ് വേണ്ടത്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഒരു മുട്ട നന്നായി പതപ്പിച്ചെടുക്കണം. ഇതിനി സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി 2 കഷ്ണം ബ്രെഡ് ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായി പൊടിച്ചെടുക്കാം. ഇനി ബ്രെഡ് ക്രംസ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ കട്ട്ലറ്റ് മിക്സ് നന്നായി തണുത്തിട്ടുണ്ട്. ഇനി ഇത് കൈകൊണ്ട് നന്നായി ഉരുട്ടിയെടുക്കാം. ഇതിനി ഓരോ ചെറിയ ഉരുളകളാക്കി മാറ്റാം. ഇതിന് കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ പരത്തിയെടുക്കണം. അതിനുവേണ്ടി ഓരോന്നെടുത്ത് കൈവെള്ളയിൽ വെച്ച് പരത്തി അരികെല്ലാം ഷേപ്പ് ചെയ്തെടുക്കാം. ഇതേപോലെ ബാക്കിയുള്ള ഉരുളകളും പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഒരു കടായി ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. ഇനി കട്ട്ലറ്റ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പതപ്പിച്ച് വെച്ചിരിക്കുന്ന മുട്ടയിലേക്ക് ആദ്യം ഇത് മുക്കിയെടുക്കാം. ഇനി ഇത് ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കണം. ബ്രെഡ് ക്രംസ് കട്ട്ലറ്റിൻ്റെ എല്ലാ വശത്തും നന്നായി തേച്ച് പിടിപ്പിക്കണം. ഇതിന് മീഡിയം ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ ഒരു വശം ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നല്ല ടേസ്റ്റിയായ ഫിഷ് കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കോരിയെടുക്കാം. ഇനി ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഈ ഒരളവിൽ എല്ലാ ഇൻഗ്രീഡിയൻസും എടുക്കുകയാണെങ്കിൽ 6 കട്ട്ലറ്റ് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ബീട്രൂട്ട് സോസിൻ്റെ കൂടെ കഴിക്കാൻ ഇത് നല്ല ടേസ്റ്റാണ്. കോഫി ഹൗസിൽ നിന്ന് കിട്ടുന്ന സോസിൻ്റെ അതേ ടേസ്റ്റാണിത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നുള്ള വീഡിയോ ഞങ്ങൾ ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്.
ഞങ്ങളുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യണം. എങ്കിൽ മാത്രമേ ഞങ്ങളുടെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ.